ഉടനടി വാർത്ത. ഇന്ന് പത്തനംതിട്ട കായിക വകുപ്പിൻ്റെ പത്തനംതിട്ട KK നായർ സ്പോർട്സ് ആൻഡ് കോംപ്ലക്സ് റെസ്റ്റർ ജോർജ് ഇൻഡോർ സ്റ്റേഡിയം കിഫ്ബി പദ്ധതി കേട്ടോ. എന്തിനും വായിക്കണേ. ഫ്രണ്ടിൻ്റെയൊക്കെ ഇൻ്റർലോക്ക് പണി തീർന്നു കേട്ടോ. നല്ല സ്പീഡിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവസാനഘട്ട പണിയിലൊക്കെ വാട്ടർ ടാങ്ക് നിർമ്മാണമാണ്. പിന്നെ അപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നു. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകാവേ. നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ വരണം കേട്ടോ. ഗ്യാലറിയുടെയൊക്കെ പണി തീർന്നു കേട്ടോ. ഇനി അപ്പുറത്ത് രണ്ട് വശത്ത് ഇപ്പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്തിരുന്ന ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ നമ്മൾ വീഡിയോ എടുത്തതായിരുന്നേ. എന്ത് സെറ്റപ്പാണെന്ന് നോക്കിയേ. ഇതിന് സിന്തറ്റിക് സ്റ്റേഡിയം അല്ലേ, അങ്ങനല്ലേ? അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വിശാലമായ ഏരിയ. ഇതാണ് ഇൻഡോർ സ്റ്റേഡിയം. നടുഭാഗത്ത് മൊത്തം പുല്ല് വെച്ചിരിക്കുന്നതാണേ. ഗാലറി കണ്ടോ? ഏരിയയാണ് സെറ്റ്. സത്യത്തിലേ പത്തനംതിട്ടയ്ക്കൊരു തിലകക്കുറിയാണ് ഈ സ്റ്റേഡിയം. എത്രയോ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സ്പോർട്സ് താരങ്ങളുടെയും അതിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാരിൻ്റെ കാലത്ത് അത് തുടക്കം കുറിക്കാൻ സാധിച്ചു. ഇപ്പോൾ അത് പൂർത്തീകരണമാകുമ്പോൾ UDF സർക്കാരാണ്. പക്ഷേ വീണ ജോർജ് ആറന്മുളയുടെ MLA നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു MLA തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം. പക്ഷെ നാടിന് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുകയില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം, അതുപോലെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം, ഒത്തിരി കാര്യങ്ങൾ നിർമ്മാണം നടത്തുവാൻ വീണ ജോർജ് MLAക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൗണിൻ്റെ വികസനം ഒത്തിരി കാര്യത്തിൽ, ഓവർ ബ്രിഡ്ജ്, ബൈപ്പാസിൻ്റെ നിർമ്മാണം, ഇതെല്ലാം അതിൻ്റെയൊക്കെ അവസാനഘട്ട നിർമ്മാണം തീരാൻ പോകുന്ന അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.